വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. വൈൻഡിങ് അപ്പ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ദ ലൈഫ് ഓഫ് ദി കമ്പനി കംസ് ടു ആൻ എൻഡ് ആൻഡ് ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി കമ്പനി ഇസ് യൂസ്ഡ് ആസ് ബെനിഫിറ്റ്സ് ടു ദി മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കമ്പനി എപ്പോൾ എൻഡ് ആകുന്നോ അതാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ആ കമ്പനിയുടെ ലൈഫ് എന്ന് തീരുന്നോ അതാണ് വൈൻഡിങ് അപ്പ്. പിന്നെ ആ കമ്പനിയുടെ പ്രോപ്പർട്ടീസ്, അസറ്റ്സ് ഇതെല്ലാം മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിൻ്റെയും ബെനിഫിറ്റ്സിനായിട്ട് യൂസ് ചെയ്യും വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത്. വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ആ കമ്പനിയുടെ ലൈഫ് എൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ആ കമ്പനി എൻഡ് ആയിട്ടില്ല, വൈൻഡിങ് അപ്പ് ചെയ്യാൻ പോവാണ്. ആ പ്രോസസ്സാണ് വൈൻഡിങ് അപ്പ്. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ കമ്പനി ഡിസപ്പിയേഴ്സ് ഓർ കമ്പനി ഡിസോൾവ്സ് കംപ്ലീറ്റ്ലി. ഡിസോൾവ് ആയി കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ലൈഫ് എൻഡ് ആയി, കമ്പനി ഡിസപ്പിയർ ആയി. അതാണ് രണ്ടിൻ്റെയും ഡിഫറൻസ്. നെക്സ്റ്റ് പോയിൻറ്റ്, വൈൻഡിങ് അപ്പ് ഇറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് ഡിസൊല്യൂഷൻ ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ്. വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കമ്പനി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ അത് വൈൻഡ് അപ്പ് ആയിട്ടില്ല, എന്നുവെച്ചാൽ കമ്പനി ഫുൾ നിന്ന് പോയിട്ടില്ല, ജസ്റ്റ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാന്ന് നമ്മൾ പറയാണ്. അപ്പോൾ അതെന്തായിരിക്കും, അത് ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും. പിന്നെ ഡിസൊല്യൂഷൻ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ്. കാരണം ഒരു കമ്പനി ഡിസോൾവ് ആയെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ആ കമ്പനി എൻഡ് ചെയ്തു, ആ കമ്പനി ഡിസപ്പിയർ ആയി, അല്ലെങ്കിൽ ആ കമ്പനി ഡിസോൾവ് ആയി എന്ന് നമ്മൾ പറയാണ്. അപ്പോൾ therefore it is the last stage. Next point, winding up. It is the method through which the dissolution of a company is carried on. Dissolution, it is the end process or end result of winding up and getting the name struck off from the registrar of companies. So winding up എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ് ത്രൂ വിച്ച് ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി ഈസ് ക്യാരിഡ് ഔൺ. ഒരു കമ്പനീനെ ഡിസോൾവ് ചെയ്യാനായിട്ട് ഉള്ള ആ പ്രോസസ്സാണ് വൈൻഡിങ് അപ്പ്. പക്ഷെ ഡിസൊല്യൂഷൻ എന്താണ്, ദി എൻഡ് റിസൾട്ട് അല്ലെങ്കിൽ ദി എൻഡ് പ്രോസസ്സ്, അതാണ് ഡിസൊല്യൂഷൻ. അതായത് ഒരു കമ്പനി ഡിസോൾവ് ആയി കഴിഞ്ഞാന്ന് പറഞ്ഞാൽ ആ കമ്പനി ഡിസപ്പിയർ ആയി, ആ കമ്പനി എൻഡായി, ആൻഡ് ദി നെയിം ഓഫ് ദി കമ്പനി വിൽ ബി സ്ട്രക്ക് ഓഫ് ഫ്രം ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് ഈ ഡിസോൾവ് ആയ കമ്പനിയുടെ നെയിം നമ്മൾ സ്ട്രൈക്ക് ചെയ്യും. അതാണ് ഡിസൊല്യൂഷൻ. നെക്സ്റ്റ് പോയിൻറ്റ്, in winding up the company can continue its operations if it benefits the winding up. വൈൻഡിങ് അപ്പിൽ കമ്പനി ഫുൾ എൻഡ് ആയിട്ടില്ല, അതുകൊണ്ട് ആ കമ്പനിക്ക് ഓപ്പറേഷൻസ് മുന്നോട്ട് നടത്താം. ഫെർദർ ഓപ്പറേഷൻസ് ഇൻ ഇറ്റ്സ് നെയിം ഓഫ് ദി കമ്പനി ക്യാൻ ബി ഡൺ. പക്ഷേ ഡിസൊല്യൂഷനിൽ എന്താണെന്ന് പറഞ്ഞാൽ കമ്പനി എൻഡ് ചെയ്തു, കമ്പനിയുടെ ലൈഫ് തീർന്നു, അതുകൊണ്ട് കമ്പനിയുടെ ബിസിനസ് ഓപ്പറേഷൻസ് മുന്നോട്ട് നടത്താൻ പറ്റില്ല, ആ കമ്പനിയുടെ പേരിൽ നടത്താൻ പറ്റില്ല. കാരണം ഡിസൊല്യൂഷനിൽ ഓൾറെഡി കമ്പനി എൻഡായി, കമ്പനിയുടെ പേര് ഓൾറെഡി സ്ട്രൈക്ക് ഓഫ് ചെയ്തു. സോ ഫെർദർ ഫങ്ഷൻസ് ഓഫ് ബിസിനസ് കനോട്ട് ബി ഡൺ. നെക്സ്റ്റ് പോയിൻറ്റ്, വൈൻഡിങ് അപ്പിൽ ദ നെയിം ഓഫ് ദി കമ്പനി എക്സിസ്റ്റ് ഡ്യൂറിങ് വൈൻഡിങ് അപ്പ്. ഇൻ ഡിസൊല്യൂഷൻ ദ നെയിം ഓഫ് ദി കമ്പനി ഡു നോട്ട് എക്സിസ്റ്റ്. വൈൻഡിങ് അപ്പിൽ കമ്പനി കംപ്ലീറ്റ്ലി എൻഡ് ആയിട്ടില്ല, സോ ആ കമ്പനിയുടെ നെയിം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിസൊല്യൂഷനിൽ നമ്മൾ കമ്പനിയുടെ ലൈഫ് എൻഡ് ചെയ്തു, നമ്മുടെ കമ്പനിയുടെ നെയിം ഓൾറെഡി സ്ട്രൈക്ക് ഓഫ് ചെയ്തു രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന്. സോ ഡിസൊല്യൂഷനിൽ നെയിം ഡു നോട്ട് എക്സിസ്റ്റ്. നെക്സ്റ്റ് പോയിൻറ്റ്, an administrator called liquidator is appointed by the company who has the control of winding up, who collects the assets, pays off the debts and finally distributes surplus among members and creditors. വൈൻഡിങ് അപ്പിൽ കമ്പനി ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യും. അഡ്മിനിസ്ട്രേറ്ററിന് ലിക്വിഡേറ്റർ എന്നാണ് പറയുന്നത്. അത് എന്തിനു അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ലിക്വിഡേറ്ററിന് ആ വൈൻഡിങ് അപ്പ് പ്രോസസ്സിൽ ഫുൾ കൺട്രോളുണ്ട്. ആ കമ്പനിയുടെ അസറ്റ്സ് കളക്ട് ചെയ്യും, പിന്നെ ഡെറ്റ്സ് പേ ഓഫ് ചെയ്യും, പിന്നെ എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ അത് മെമ്പേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനായിട്ടാണ് ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് ഡിസൊല്യൂഷൻ the NCLT, National Company Law Tribunal, passes the order of dissolution. വൈൻഡിങ് അപ്പിൽ ലിക്വിഡേറ്റർ ആണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഡിസൊല്യൂഷനിൽ NCLT ആണ് ഈ ഡിസൊല്യൂഷൻ ഓർഡർ പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ്,
ആക്ടിവിറ്റീസ് ആണ് രണ്ടിനെയും നോക്കുന്നത്. ആക്ടിവിറ്റീസ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് വൈൻഡിങ് അപ്പ് പ്രോസസ്സിന് വേണ്ടിയിട്ട് റെസൊല്യൂഷനൊക്കെ ഫില്ല് ചെയ്യുക, പിന്നെ NCLTക്ക് വേണ്ടി ഡിസൊല്യൂഷൻ ചെയ്യാനായിട്ട് ആ കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യുക, പിന്നെ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുക, ഡിക്ലറേഷൻസ് ഒക്കെ റിസീവ് ചെയ്യുക, റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ഇതെല്ലാം ROCക്ക് ഇൻഫർമേഷൻ കൊടുക്കുക. ROC എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അതാണ് വൈൻഡിങ് അപ്പിൻ്റെ ആക്ടിവിറ്റീസ്. നെക്സ്റ്റ്, ആക്ടിവിറ്റീസ് ഓഫ് ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷനിൽ റെസൊല്യൂഷൻസ് ഫയൽ ചെയ്യുക, ഡിക്ലറേഷൻസ് ഫയൽ ചെയ്യുക, ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഫയൽ ചെയ്യുക NCLTയിലേക്ക് ഈ ഡിസൊല്യൂഷൻ ഓർഡർ പാസ് ചെയ്യാനായിട്ട്, കമ്പനി ഡിസോൾവ് ആയി എന്ന് അപ്രൂവ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഇതൊക്കെ.